അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ അബുദാബി സുന്നി സെൻറ്റർ എന്ന മഹത്തായ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസണിലെ 11ാമത് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു. ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമി ഖറത് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് ളഫിർത ബിഹബ്ലില്ലാഹി ഫഅ്തസിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹ. ഖുർആനിലെ അത്ഭുതങ്ങൾ ഒരു നിലക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, അതിന് ശ്രമിക്കണ്ട എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലൂടെ എന്ന വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമീ. ഖുർആൻ പാരായണം അധികരിപ്പിക്കുമ്പോൾ വിരസത അനുഭവിക്കുകയുമില്ല എന്നതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. മടുപ്പുളവാക്കുകയില്ല, കേട്ടാൽ മടുപ്പ് ഉളവാക്കുകയില്ല, വായിക്കുമ്പോഴും മടുപ്പ് ഉളവാക്കുകയില്ല. വ്യത്യസ്ത ശബ്ദങ്ങളിൽ എത്രമേൽ മനോഹരമാക്കാൻ കഴിയുന്നുവോ ആ രൂപത്തിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടുമ്പോൾ ഒരു നിലക്കും ഒരാൾക്കും അതിൽ ഒരു വിരസതയും ഉണ്ടാവുകയില്ല എന്നതാകുന്നു. ഇത് പരിശുദ്ധമായ ഖുർആനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാകുന്നു. എന്തെല്ലാം കവിതകൾ നമ്മൾ കേൾക്കുന്നു, അതല്ലെങ്കിൽ എന്തെല്ലാം പാട്ടുകൾ കേൾക്കുന്നു, എന്തെല്ലാം ഗദ്യങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു വിരസത അനുഭവപ്പെടും. ഉറങ്ങി എണീക്കുമ്പോൾ കേട്ടാലും അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ കേട്ടാലും നമുക്ക് വിരസത അനുഭവപ്പെടാത്ത ഒരേ ഒരു വാക്യം അത് പരിശുദ്ധമായ ഖുർആനാകുന്നു. ഇത് ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്നു എന്നതാകുന്നു മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര ഓതിയാലും മാനസിക സംതൃപ്തിയും സന്തോഷവും വർദ്ധിക്കുകയല്ലാതെ മടുപ്പ് വരില്ല എന്നതാകുന്നു. ഇനി ഏത് വീട്ടിലും, ഏത് സങ്കടത്തിൻ്റെ വീട്ടിൽ, മരണ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, വല്ലാത്ത ഒരു അനുഭൂതി അവിടെ ഉണ്ടാകുന്നു അല്ലേ? വിഷമഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷഘട്ടങ്ങളാകുന്നു. ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ മനോഹര ശൈലിയിൽ കേൾക്കുന്നു, വല്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാകുന്നു. ഇത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാകുന്നു എന്നതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമീ. ഖുർആനിന് കൗതുകമേ കാഴ്ചവെക്കാനുള്ളൂ എന്നർത്ഥം. പരിശുദ്ധമായ ഖുർആൻ മറിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫാത്തിഹ എന്നതാകുന്നു അതിനുള്ള പേര്. അതിൻ്റെ ആദ്യത്തെ ആയത്ത് തന്നെ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തൊരു സുന്ദരമായ വാക്യമാണെന്നറിയോ? എന്തൊരു വിസ്മയങ്ങൾ വിവരിക്കാൻ മനുഷ്യന് ആ വാക്യത്തിൻ്റെ, ഈ പരിശുദ്ധമായ വാക്യം മാത്രം ചുമക്കുന്ന വിസ്മയങ്ങൾ വിവരിക്കാൻ മനുഷ്യന് കഴിവില്ല. ഇത് കാരണം ഇത് അള്ളാഹുവിൻ്റെതാകുന്നു എന്നുള്ളതാണ്. നിലവാരമുള്ള ഏതൊരു കാര്യം, നമ്മൾ എന്തൊരു കാര്യം ഉച്ചരിക്കുമ്പോഴും ഇതുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. ഏത് കാര്യമാവട്ടെ അല്ലേ, എന്തൊരു കാര്യം, അല്ലെങ്കിൽ കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ ഉച്ചരിക്കുന്ന ഒരേ ഒരു പദം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലിയില്ല എന്ന് സങ്കല്പിക്കുക, ആ കാര്യം ഗുണം പിടിക്കുകയില്ല. ഏതൊരു നല്ല കാര്യത്തിനും നമ്മൾ ബിസ്മി ചൊല്ലിയേ പറ്റൂ. നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ട് സന്ധിക്കുന്നു അല്ലെങ്കിൽ സല്ലപിക്കുന്നു, ഈ സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലണം അല്ലേ? നോക്കണേ, പരിശുദ്ധമായ ഖുർആനിൻ്റെ തുടക്കത്തിലുള്ള സൂറത്തിലുള്ള തുടക്കത്തിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എന്തൊരു പവറുള്ള ആയത്താകുന്നു. ഈ ആയത്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ നന്മ തുടങ്ങുന്ന കാര്യങ്ങളിലും ഈ ആയത്ത് നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. ഇത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാകുന്നു എന്നർത്ഥം. എന്നാൽ ഖുർആനിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സത്ത് ഈ പരിശുദ്ധമായ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ആയത്ത്, അതിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കണ്ടോ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടക്കം കുറിക്കുന്നു. ഇതല്ലേ നമ്മൾ കണക്ക് പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ ആരംഭിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മേൽവിലാസത്തിൽ ഞാൻ ചലിക്കുന്നു, കാര്യങ്ങൾ നീക്കുന്നു എന്നതാണ് ബിസ്മിയുടെ സാരം. മനുഷ്യൻ്റെ ജീവിതം തുടങ്ങേണ്ടത് ആ ബിസ്മി കൊണ്ടാകുന്നു. മനുഷ്യൻ ഒരു ജീവിതത്തിലേക്ക് ഏർപ്പെടേണ്ടത് ഈ ബിസ്മി കൊണ്ടാകുന്നു. അപ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും എന്നർത്ഥം. അതില്ലെങ്കിലോ നമുക്ക് ബറക്കത്തില്ല. അപ്പോൾ അത് വലിയൊരു പ്രൊട്ടക്ഷനാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയാകുന്ന 100 നാമങ്ങൾ, 90 അല്ലെങ്കിൽ 99 നാമങ്ങൾ, ഈ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 നാമങ്ങൾ ഈ ബിസ്മിയിലുണ്ട് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒന്ന് അള്ളാഹ് എന്നുള്ള നാമം, രണ്ടാമത്തത് റഹ്മാൻ എന്നുള്ള നാമം, മൂന്നാമത്തത് റഹീം. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 3 നാമങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മിക്ക് ഒരുപാട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അവകാശപ്പെടുന്ന ഒരുപാട് വലിയ അമൂല്യങ്ങൾ ഈ ബിസ്മിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ നന്മയിലും നിങ്ങൾ ഈ ബിസ്മി ഉച്ചരിച്ചേ പറ്റൂ. അതിൻ്റെ ബറക്കത്ത് ഇത് തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ 99 ഇസ്മുകൾ, ഇതിൽ പ്രബലമായിരിക്കുന്ന നിരീക്ഷണം അനുസരിച്ചുകൊണ്ട് ഇസ്മുൽ ആലം അള്ളാഹ് എന്നാണ്. എങ്കിൽ പിന്നെ ബിസ്മില്ലാഹിയിൽ അള്ളാഹ് വരുന്നുണ്ട്. ബിസ്മി ചൊല്ലി ഒരു വിഷയം തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ മഹത്തരമായിരിക്കുന്ന നാമം അതിൽ ഉൾക്കൊള്ളും. അപ്പോൾ ആ തുടക്കം വലിയ ഒരു തുടക്കമായിട്ട് മാറും, അതിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ചൊല്ലുന്നതോടുകൂടെ, അല്ലെങ്കിൽ അത് ചൊല്ലി ആരംഭിക്കുന്നതോടുകൂടെ നമ്മുടെ പുതിയ എല്ലാ സംരംഭങ്ങളിലും ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലിൻ്റെ ഒരു ചെറിയ സൂറത്ത്, ആ ചെറിയ സൂറത്തിലെ ഒരു ആദ്യ ആയത്ത്, ഇത് തന്നെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് വലിയ അജായിബുകൾ, അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും എന്നാണ് ഇമാം ബൂസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്താരി ബിസ്സഅമീ. ബിസ്മി ചൊല്ലിയിട്ട് ആർക്കെങ്കിലും മടുപ്പുണ്ടായിട്ടുണ്ടോ? നന്മയല്ലാതെ. ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഒരു കാര്യം എടുത്തു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ, യാത്രക്കിറങ്ങുമ്പോൾ ബിസ്മിയിൽ അള്ളാഹുവിൻ്റെ ഈ നമ്മൾ പറഞ്ഞു ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൽ തന്നെ അള്ളാഹുവിൻ്റെ 3 പ്രധാനപ്പെട്ട നാമങ്ങൾ ഉണ്ട്. ഓരോന്നും ബറക്കത്ത് നിറഞ്ഞതാകുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ബറക്കത്ത് ഉടയതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പരിശുദ്ധമായിരിക്കുന്ന ആയത്ത് നിങ്ങൾ ഏതൊരു വിഷയത്തിലും തുടക്കം കുറിക്കണം. കാരണം അവയിൽ എല്ലാം നിങ്ങൾക്ക് ബറക്കത്തുണ്ടാകണമെങ്കിൽ ഈ ബറക്കത്തിൻ്റെ വാചകങ്ങൾ നിങ്ങൾ ഉച്ചരിച്ചേ മതിയാകൂ എന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ എന്ന 1-ാം അധ്യായത്തിന് പുറമെ ബാക്കിയുള്ളവയിൽ 112 അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഈ ബിസ്മി നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? ഒരു സൂറത്തിൽ മാത്രമാണ് ബിസ്മില്ലാത്തത് തുടക്കത്തിൽ. ബാക്കിയുള്ള ഫാത്തിഹ കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യായങ്ങളിൽ 112 അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഇത് വലിയ ഒരു ബറക്കത്താകുന്നു എന്നാണ്. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാകുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ആയത്തില്ലാത്തത്. ബാക്കിയുള്ള എല്ലാ സൂറത്തുകളുടെയും ആദ്യത്തെ ആയത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് തന്നെ വലിയ അത്ഭുതമാകുന്നു. എല്ലാ നല്ല കാര്യവും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുകൾ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടായിരിക്കണം എന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. 4 മദ്ഹബിൽ ഒരു മദ്ഹബിൻ്റെ ഇമാമാകുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത് ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അത് സുന്നത്താകുന്നു. എന്നാൽ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് മാത്രമല്ല പറയുന്നത്. ഇത് ഈ ഫാത്തിഹ സൂറത്തിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഇത് സുന്നത്തല്ല, ഇത് നിർബന്ധമാകുന്നു. ഇത് ഓതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് ലഭിക്കുകയില്ല. ഫാത്തിഹ സൂറത്ത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ നിസ്കാരവും ലഭിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. നോക്കണേ, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു സൂറത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സൂറത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താകുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് തന്നെ വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞതാകുന്നു. ബിസ്മി ഇല്ലാതെ ഫാത്തിഹ സൂറത്ത് പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് ബിസ്മി ഓതാതെ നിസ്കരിക്കുന്നവരെ ഷാഫിഈ മദ്ഹബുകാരായിരിക്കുന്ന ആളുകൾ പിന്തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരവും സഹിഹാവുകയില്ല എന്നാണ്. എന്തുകൊണ്ട്? എല്ലാ നല്ല കാര്യത്തിലും ബിസ്മി വേണം. പരിശുദ്ധമായ സൂറത്തിൻ്റെ ഖുർആൻ്റെ സൂറത്തുകളിൽ 110 ഫാത്തിഹ അല്ലാത്ത 112 എണ്ണത്തിലും ബിസ്മിയുണ്ട്. അതുകൊണ്ട് ബിസ്മി 1-ാം ആയത്താകുന്നു. ആ ബിസ്മി ചൊല്ലിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഇത് നിർബന്ധമാകുന്നു എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫാത്തിഹ സൂറത്തിലെ 7 ആയത്തുകൾ, അതുകൊണ്ട് എപ്പോഴും അത് ആവർത്തിക്കപ്പെടുന്ന ആയത്തായതുകൊണ്ട് സബ്ഉൽ മസാനി എന്ന് അതിന് പേരുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരുണ്ട്, സബ്ഉൽ മസാനി എന്ന പേരുണ്ട്. ഖുർആനിലെ ആദ്യ സൂറത്ത് ഫാത്തിഹയാകുന്നു. 7 ആയത്തുകൾ അടങ്ങിയതിനാൽ സബ്ഉൽ മസാനി എന്ന് അതറിയപ്പെടുന്നു. മസാനി എന്ന് പറഞ്ഞാൽ തന്നെ ആവർത്തിച്ച് ഉരിയാടപ്പെടുന്നത് എന്നാണ് അർത്ഥം. ആ വിശേഷണം ഹദീസിൽ പ്രയോഗിച്ചതാവുകയാകുന്നു. ഈ വിശേഷണം
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിൽ ഫാത്തിഹ സൂറത്തിൻ്റെ പേര് സബഉൽ മസാനി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ ജീവിതത്തിൽ ധാരാളം ഇത് ആവർത്തിച്ച് ഓതൽ നടക്കേണ്ടതാകുന്നു. ഒരു നിസ്കാരത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഫാത്തിഹ സൂറത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഈ ഫാത്തിഹ സൂറത്ത് ആവർത്തിച്ച് ഓതേണ്ടതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ നല്ല കാര്യങ്ങളിൽ, നമ്മൾ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഏതൊരു കാര്യത്തിനും ഫാത്തിഹ സൂറത്ത് നമ്മൾ പതിവാക്കണമെന്നാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖുമാർ അവർ നൽകുന്ന അവരുടെ ശിഷ്യന്മാർക്ക്, അവരുടെ ത്വരീഖത്തിലെ ശിഷ്യന്മാർക്ക് വരുന്ന അവരുടെ അദ്കാറുകളിൽ, ദിക്റുകളിൽ ഈ ഫാത്തിഹ സൂറത്ത് ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഫാത്തിഹ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു രഹസ്യമാകുന്നു. നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ടത് ഫാത്തിഹ സൂറത്തിലൂടെയാകുന്നു. അതുകൊണ്ട് ഏതൊന്നും, നമ്മുടെ ഹദ്ദാദ് പാരായണം എടുത്തു നോക്കുക, നമ്മുടെ മൗലിദ് പാരായണം എടുത്തു നോക്കുക, ഏതൊന്നിലും ഫാത്തിഹ സൂറത്ത് കൊണ്ടാകുന്നു നമ്മൾ തുടക്കുന്നത്. ഇതല്ലാത്ത ആളുകൾക്ക് ഇത് ദഹിച്ചു കൊള്ളണമെന്നില്ല. അവർ സത്യത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ അവർ കാരണക്കാരാകും. അവർ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണക്കാരാകുന്നതിൻ്റെ ഒരു കാര്യവും ഇത് തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൻ്റെ വിസ്മയങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ശരിക്കും ഉൾക്കൊണ്ടവരാണ് ഫാത്തിഹ സൂറത്ത് ഓത്തിൻ്റെ എണ്ണം കൂട്ടുന്നവർ എന്നർത്ഥം. കാരണം ഇത് വല്ലാത്ത ഒരു മഹത്വത്തിൻ്റെ സൂറത്താകുന്നു ഈ ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധമായ ഖുർആനെക്കുറിച്ച് മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു ഇതാകുന്നു: ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമീം. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്തു, അതിൻ്റെ മേൽ അദ്ദേഹത്തിന് മടുപ്പുണ്ടോ? മറ്റുള്ളവരുടെ ഖുർആൻ പാരായണം കേട്ടു, അതിൽ മടുപ്പുണ്ടോ? അതല്ലെങ്കിൽ വേറെ ആരിൽ നിന്നെങ്കിലും പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കുന്നവർ ഈ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം അവർക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കണ്ണടച്ച് ഓതുന്നവരെ കൊണ്ടും കൂട്ടുപ്രാർത്ഥന നടത്തിക്കുന്നു എന്നത് ഫാത്തിഹയിലെ മറ്റൊരു വിസ്മയം അല്ലേ? അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുന്ന ആളുകൾ, അത് കേൾക്കുന്ന ആളുകൾ, അത് ഓതിപ്പിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സദസ്സിൽ അതിൻ്റെ ബറക്കത്ത് ലഭിക്കും എന്നതുകൊണ്ട് ഓതിപ്പിക്കുന്ന ആളുകൾ എല്ലാം അതിൽ ബറക്കത്ത് കണ്ടതുകൊണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ബറക്കത്ത് അവർക്ക് ലഭിച്ചതുകൊണ്ടാകുന്നു അവർ ഓതുന്നതും ഓതിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഓതേണ്ടതും എന്നതാകുന്നു മഹാനാകുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അല്ലെങ്കിലും ഫാത്തിഹ സൂറത്ത് നമ്മൾ ഫാത്തിഹയിൽ ഓതുമ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഫാത്തിഹ സൂറത്തിൻ്റെ അവസാനമുള്ള ആയത്തുകൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ബഹുവചനങ്ങളാകുന്നു. ഇത് കണ്ടെത്താൻ പറ്റും. അഥവാ ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു ബറക്കത്ത് ഒരാൾക്ക് മാത്രം ലഭിച്ചാൽ പോരാ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. എല്ലാവരിലേക്കും ഫാത്തിഹ സൂറത്തിൻ്റെ ബറക്കത്ത് കിട്ടിക്കൊണ്ടിരിക്കണം എന്നതാകുന്നു. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 സൂറത്തുകളിലും വലിയ അത്ഭുതങ്ങൾ തന്നെയുണ്ട്. അത് രോഗികൾക്ക് ശിഫയാകുന്നു. ഫാത്തിഹ സൂറത്ത് പ്രത്യേകിച്ചും ശിഫയാകുന്നു. അത് ഓരോ സൂറത്തുകളിലും ഓരോ ആയത്തുകളിലും വലിയധികം പ്രത്യേകതകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടത് മന്ത്രിച്ചൂതാം, അത് ശരിക്ക് ഓതി ഊതാം, അല്ലെങ്കിൽ എണ്ണം നേർച്ചയാക്കി നമുക്ക് പരിശുദ്ധമായിരിക്കുന്ന ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ മഹാന്മാരായിരിക്കുന്ന ആളുകളും പല രോഗങ്ങൾക്കും അത് നിർദ്ദേശിക്കുന്നതും മറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പറയുന്നത് മറ്റ് ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ലാത്ത ഒരു വളരെ അധികം അത്ഭുതങ്ങൾ
ഈ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്തിലും അത് കണ്ടെത്താൻ കഴിയുമെന്നാണ്. മറ്റ് ഒരു ഗ്രന്ഥങ്ങൾക്കും ഇത് അവകാശപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏതേത് ഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്താലും നമ്മെ അത് വിരസത ഉണ്ടാക്കും, മടുപ്പുളവാക്കും. എന്നാൽ ഓതുന്നത് കൂടിയാൽ ആ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആനന്ദം കണ്ടെത്താവുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാകുന്നു. ഇതിലേക്കാണ് മഹാനാകുന്ന ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു വിരൽ ചൂണ്ടിയത്. ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമീം. അടുത്ത വരിയിൽ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാര്യയെ തൊടാൻ വരുന്നവൻ്റെ കൈവെട്ടാൻ ആത്മാഭിമാനമുള്ള ഭർത്താവിന് ഒരാളെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെയാകുന്നു എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമി. റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമി. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തൻ്റെ സഹധർമ്മിണിയെ കടന്നുപിടിക്കാൻ വരുന്നവനെ എപ്രകാരമാണോ മറ്റാരുടെയും ആവശ്യമില്ലാതെ ഒരു സഹായിയില്ലാതെ വിരട്ടുക, അതുപോലെയാകുന്നു വിരട്ടിയോടിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എതിരാളികളെ. എന്തുകൊണ്ട്? ഇത് പടച്ച തമ്പുരാൻ്റെ ഭാഗത്ത് നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തന്നെ അതിന് വേണ്ടത് ചെയ്യും, അതിന് മറ്റാളുകളുടെ ആവശ്യം ഇല്ല എന്നതാകുന്നു. ലഹാ മആനിൻ കമൗ ജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, കടലിലെ തിരമാലകൾ ഒന്ന് മറ്റൊന്നിലേക്ക് നീണ്ടു നീണ്ടു പരസ്പരം സഹായിച്ചു നിൽക്കുന്ന ആശയങ്ങളുമായിട്ടാണ് ഖുർആനിൻ്റെ കിടപ്പ്. എന്നാൽ മൂല്യങ്ങളുടെ വിഷയത്തിൽ, മനോഹാരിതയുടെ വിഷയത്തിൽ കടലിൽ നിന്നെടുക്കുന്ന മുത്തിനേക്കാൾ, കടലിൽ നിന്നെടുക്കുന്ന മുത്തുകൾ തന്നെ അതിൻ്റെ വിലയിടാൻ ആരും തന്നെ ധൈര്യപ്പെടാറില്ല. എന്നാൽ ആ അമൂല്യമായിരിക്കുന്ന, വിലയിടാൻ കഴിയാത്ത ഏറ്റവും മികച്ച മുത്ത്, ആ മുത്തിനേക്കാളും മികച്ചതാകുന്നു പരിശുദ്ധമായ ഖുർആനിൻ്റെ സാരങ്ങൾ എന്ന് പഠിപ്പിക്കാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആശയങ്ങൾ മനുഷ്യചിന്തയല്ല. മനുഷ്യചിന്തയായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പിഴവുകളൊക്കെ സംഭവിക്കും. ഗ്രന്ഥത്തിൻ്റെ വിവിധ പേജുകൾ തമ്മിൽ പൊരുത്തക്കേട് കണ്ടെന്നു വരും. മനുഷ്യനിർമ്മിതമായിരുന്നുവെങ്കിൽ അത് ഗ്രന്ഥകാരൻ്റെ മനസ്സിൽ ബാക്കിയുണ്ടാവണമെന്നില്ല. ആദ്യ പേജുകളിൽ അയാൾ കുറിച്ചു വെച്ച ആശയം അറിയാതെ അദ്ദേഹം ആദ്യ പേജുകളിലെ കുറിപ്പിനോട് വിപരീതമായത് ചിലപ്പോൾ അടുത്ത പേജുകളിൽ കുറിച്ചെന്ന് വരും. അത് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാകുന്നു. അതേപോലെ തന്നെ വിവിധ അധ്യാപനങ്ങൾ പരസ്പരം സഹായിക്കാതെ വേറിട്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഒരു ചരിത്രം പറയുമ്പോൾ മറ്റൊരു ചരിത്രം അതിന് തുടർച്ചയായിട്ട് പറയുമ്പോൾ വേറിട്ട് പല ആശയങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെയില്ല. ഒരു ഗ്രന്ഥത്തിൻ്റെ മഹിമ അതിലെ എല്ലാ ആശയങ്ങളും പരസ്പര സഹായികളാകുന്നതിലാണ്. ഇതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ ഉറപ്പ് പോലെ എന്ന്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഉദാഹരണമായിട്ട് പറയുന്നത് കമൗജിൽ ബഹരി, സമുദ്രത്തിൻ്റെ തിരമാല കണക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച പോലെ, അല്ലെങ്കിൽ സാധാ ഒരു കടൽ മല്ല പോലെയായി ഇരിക്കും അത്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി
ഫിൽ ഹുസ്നി വൽ ഖിയമി. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെ മഅനകൾ, അർത്ഥങ്ങൾ, അർത്ഥഗാംഭീര്യം കടലിലെ സമുദ്രങ്ങൾ കണക്കെ ഒന്നിനുമേൽ ഒന്നുപോലെയായിട്ട് വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഒരു തിരമാല മറ്റൊരു തിരമാലയെ സഹായിച്ചു നിൽക്കുന്നില്ലെങ്കിൽ അവിടെ തിരമാലയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു, കേവലം വെള്ളം മാത്രമായിട്ട് മാറും. അങ്ങനെയല്ലേ അടിച്ചു വരുന്ന തിരമാലകൾ, വലിയ വലിയ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നു, അതുകൊണ്ടാകുന്നു അത് തിരമാലയാകുന്നത്, അല്ലെങ്കിൽ വെള്ളമായിട്ട് മാറൂലേ? അങ്ങനെയാകുന്നു പരിശുദ്ധമായ ഖുർആൻ മഅനകളുടെ വിഷയത്തിൽ. എന്നാൽ വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, മുത്തുകൾക്ക് സ്വതവേ ഭംഗിയുണ്ട്, ഖുർആനികാശയങ്ങൾക്ക് അതിലേറെ ശോഭയുണ്ട്. മുത്തുകൾ വിലമതിക്കാൻ കഴിയാത്ത മുത്തുകൾ കോർത്തുവച്ചാൽ ശോഭ വർദ്ധിച്ചു. ഖുർആനിൻ്റെ ആശയങ്ങൾ ചേർത്തുവച്ചാൽ ഈ ആശയമാലയോളം സുന്ദരമായ മറ്റൊരു മാലയേ ഇല്ല എന്ന് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഓരോ വരികൾ, അതിൻ്റെ ശബ്ദഭംഗി, അതിൻ്റെ ചേർച്ച, അതിൻ്റെ ബലാഗത്ത്, അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടത എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു മനോഹരമാകുന്നു. അതിൻ്റെ മനോഹാരിത പോലെ ഒരു കവിതക്കുമുണ്ടാവൂല, ഒരു എഴുത്തിനുമുണ്ടാകൂല, ഒരു എഴുത്തുകാരൻ്റെ സാഹിത്യത്തിനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുത്തുമാലക്ക് ഒരു പക്ഷേ വില കണക്കാക്കാം, എന്നാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയമാല ഇത് അമൂല്യമാകുന്നു. ഒരാൾക്കും തന്നെ വിലയിടാൻ സാധ്യമല്ല. അത് അമൂല്യമാകുന്നു, വിലയിടാൻ കഴിയാത്തതാകുന്നു, അത് വിലമതിക്കാൻ കഴിയാത്തതാകുന്നു. ഏത് മുത്തുമാലയാണെങ്കിലും അതിനു വിലയിടാം, പക്ഷേ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആശയമാലക്ക് വിലയിടാൻ ഒരുത്തനും സാധ്യമല്ല എന്ന് സമർത്ഥിക്കുകയാകുന്നു ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.